ഹായ് ഡിയേഴ്സ്, ഇന്ന് നമ്മളൊരു ഗുലാബ് ജാമുനാണ് ഉണ്ടാക്കുന്നത്. ഗുലാബ് ജാമുൻ്റെ ഒരു റെസിപ്പി ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് പാലൊക്കെ വറ്റിച്ചെടുത്ത് കുറച്ച് സമയമെടുത്ത് ചെയ്യുന്ന ഒരു റെസിപ്പിയായിരുന്നു. പക്ഷേ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ ഈസി ആയിട്ട് എന്നാൽ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ഗുലാബ് ജാമുനാണ്. വളരെ കുറച്ച് സമയം കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്കത് റെഡിയാക്കാൻ തുടങ്ങാം. ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ സ്റ്റൗ ഓൺ ചെയ്തിട്ടില്ല കേട്ടോ, ജസ്റ്റ് പാൻ ഇങ്ങനെ വെറുതെ വെച്ചിട്ടേ ഉള്ളൂ. ഇതിനകത്തോട്ട് 1/2 കപ്പ് പാല് ചേർക്കാം, 1 കപ്പ് പാൽപ്പൊടി കേട്ടോ. പാൽപ്പൊടി ഏതായാലും കുഴപ്പമില്ല, ഞാൻ എവരിഡേയുടെ ആണ് എടുത്തിരിക്കുന്നത്. 1 കപ്പ്. ഇതിനകത്തോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കുക, 2 വലിയ സ്പൂൺ നെയ്യ്. ഓക്കെ, ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്ത് കഴിഞ്ഞിട്ട് സ്റ്റൗ ഓൺ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ 1/2 കപ്പ് പാല്, 1 കപ്പ് പാൽപ്പൊടി, നെയ്യ്, ഇത്രയാണ് ചേർത്തിരിക്കുന്നത്. അപ്പോൾ അത് ഇതുപോലെ എല്ലാം മിക്സ് ചെയ്തെടുത്തു. ഇനി നമുക്ക് സ്റ്റൗ ഓൺ ചെയ്യാം. ഇതിനി മീഡിയം ചൂടിൽ വെച്ചിട്ട് ഇത് ഫുള്ള് വറ്റിച്ചെടുക്കണം. ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് നന്നായിട്ട് വറ്റി നല്ല ഡ്രൈ ആയിട്ട് കിട്ടും. ഞാൻ ആദ്യം പറഞ്ഞില്ലേ ഇതിന് മുന്നേ ഒരു റെസിപ്പി ചെയ്തിട്ടുണ്ടെന്ന്, അതിനകത്തും ഇതേ പ്രോസസ്സ് തന്നെയാണ്. പക്ഷേ നമ്മൾ പാല് ഫുള്ള് വറ്റിച്ച് ഇതുപോലെ ആക്കിയെടുക്കുകയാണ്, ഡ്രൈ ആക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. അതിന് ഏകദേശം ഒരു അരമണിക്കൂറെങ്കിലും എടുക്കും പാൽ അതുപോലെ വറ്റി വരാനായിട്ട്. പക്ഷേ ഇതാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ 5 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് നല്ല വറ്റിച്ച് ഡ്രൈ ആക്കി എടുക്കാൻ പറ്റും. അപ്പോൾ കുറച്ചും കൂടി ഈസി ആയിട്ടുള്ളൊരു മെത്തേഡാണ്. ഓക്കെ, അപ്പോൾ ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ ഇതുപോലെ ആയി വരും. കണ്ടോ, നന്നായിട്ട് വറ്റി ഒരു ബോൾ പോലെ ആയി വന്നിട്ടുണ്ട്. ഇതുപോലെ ഡ്രൈ ആവണം. ഓക്കെ, അപ്പോൾ ഇത് നമുക്കിനി ഒന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇത് പാനിൽ തന്നെ വെക്കരുത്, വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. കാരണം ചൂട് പാനാണ്, അതിനകത്ത് ഇരുന്ന് കഴിഞ്ഞാൽ ചിലപ്പം ഇങ്ങനെ കരിഞ്ഞു പോകാനുള്ളൊരു ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കാം. ആ സമയം കൊണ്ട് നമുക്ക് ഷുഗർ സിറപ്പ് ഉണ്ടാക്കാം. അപ്പോൾ ഞാനൊരു പാനിൽ ഒരു 1/4 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഇതിനകത്തേക്ക് 1/4 കപ്പ് തന്നെ വെള്ളം ഒഴിക്കാം. പഞ്ചസാരയുടെ സെയിം അളവിൽ വെള്ളം ഒഴിക്കാം. ഇതിനകത്തൊരു 5-6 ഏലക്കയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇത് നമുക്ക് ഈ ആദ്യം പഞ്ചസാര ഫുള്ള് ഈ വെള്ളത്തിൽ അലിയണം. അത് കഴിഞ്ഞിട്ട് ഒരു 2-3 മിനിറ്റ് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്താൽ മതി. ഈ ഷുഗർ സിറപ്പ് ഒറ്റനൂൽ പരുവം ആവാൻ പാടില്ല. ഈ സിറപ്പ് നമ്മൾ ഒന്ന് തൊട്ട് നോക്കുമ്പോൾ ചെറുതായിട്ടിങ്ങനെ ഒട്ടുന്ന പോലെ തോന്നണം, ചെറിയൊരു ഒട്ടൽ പോലെ തോന്നണം, അത്രയും മതി കേട്ടോ. കാരണം ഒറ്റനൂൽ പരുവം ആയിക്കഴിഞ്ഞാൽ ഗുലാബ് ജാമിൻ്റെ ഉള്ളിലോട്ട് ആ സിറപ്പ് നേരെ പിടിക്കത്തില്ല. അപ്പോൾ അത് ശ്രദ്ധിക്കണം. അപ്പോൾ പഞ്ചസാര അലിഞ്ഞു കഴിഞ്ഞിട്ട് ഒരു 2-3 മിനിറ്റ് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്താൽ മതി. ഇപ്പോൾ നമ്മുടെ ഷുഗർ സിറപ്പ് റെഡി ആയിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോലെ ജസ്റ്റ് ഈ സിറപ്പ് ഒന്നിങ്ങനെ തൊട്ട് നോക്കുക. അപ്പോൾ കയ്യിലിങ്ങനെ ചെറിയൊരു ഒട്ടൽ പോലെ വന്നിട്ടുണ്ടാവണം, അത്രയും മതി. ഓക്കെ, ഇനി ഇതിനകത്ത് നമ്മൾ ഒരു സാധനം കൂടി ചേർക്കുന്നുണ്ട്, കുറച്ച് റോസ് എസൻസ് അല്ലെങ്കിൽ റോസ് വാട്ടർ. ഗുലാബ് ജാമുൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് കേട്ടോ ഈ റോസ് എസൻസ്. ഗുലാബ് എന്ന് പറഞ്ഞാൽ തന്നെ റോസാണ്, അപ്പോൾ ആ ഒരു ഫ്ലേവർ ഇതിന് വേണം. പക്ഷേ എപ്പോഴും നമ്മുടെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ നമ്മൾ ഈ ഏലക്ക മാത്രം ഇട്ടും ഉണ്ടാക്കാറുണ്ട്. പക്ഷേ ഇത് ചേർക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ എൻ്റെ കയ്യിലുള്ളത് റോസ് എസൻസ് ആണ്. അപ്പോൾ അത് കുറച്ച് സ്ട്രോങ് ആയിട്ടുള്ളൊരു ഫ്ലേവറാണ്. അതുകൊണ്ട് ഞാനൊരു 2-3 തുള്ളി മാത്രമേ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നുള്ളൂ. നിങ്ങളുടെ കയ്യിൽ റോസ് വാട്ടർ ആണുള്ളതെങ്കിൽ ഒരു 1/2 ടീസ്പൂണൊക്കെ ചേർക്കാം, അത് കുറച്ചും കൂടി മൈൽഡായിരിക്കും. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഷുഗർ സിറപ്പ് റെഡിയായി. അപ്പോൾ ഈ സമയം കൊണ്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചില്ലേ പാൽപ്പൊടിയൊക്കെ വറ്റിച്ച് വെച്ചത്, അത് ഇതുപോലെ ഒന്ന് തണുത്ത് കുറച്ചും കൂടെ ഒന്ന് കട്ടിയായിട്ടുണ്ട്. ആദ്യം നമ്മൾ മിക്സ് ചെയ്ത് വെക്കുന്ന സമയത്ത് കുറച്ച് നല്ല സോഫ്റ്റ് ആയിട്ട് തോന്നും. പക്ഷെ ഇപ്പോൾ കണ്ടോ കുറച്ചൊന്ന് കട്ടിയായി നമുക്ക് കയ്യിലൊട്ടാതെ എടുക്കാൻ പറ്റുന്ന ഒരു പരുവത്തിൽ ആയിട്ടുണ്ട്. ഇതാണ് ഖോയ അല്ലെങ്കിൽ മാവ കേട്ടോ. ഇത് വെച്ചിട്ടാണ് ട്രഡീഷണലായിട്ട് ഗുലാബ് ജാമുൻ ഉണ്ടാക്കുന്നത്. ഓക്കെ, പിന്നെ ഇതിനകത്തോട്ട് ഒരു 3 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കാം. മൈദ തന്നെ വേണം കേട്ടോ, ഗോതമ്പ് പൊടി പറ്റത്തില്ല. ഇതിനകത്തിന് ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടി ചേർക്കാം. ബേക്കിംഗ് പൗഡറാണ് ചേർക്കുന്നത്, ബേക്കിംഗ് സോഡയല്ല. അതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ബേക്കിംഗ് പൗഡർ ചേർക്കുമ്പോഴാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള, പുറമേ ഒന്നും ഒട്ടും കട്ടിയായി പോവാത്ത ഗുലാബ് ജാമുൻ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കാം. അതുപോലെ തന്നെ നമ്മൾ ഓരോരുത്തരും ഉപയോഗിക്കുന്ന പാൽപ്പൊടിക്ക് അനുസരിച്ച് ചിലപ്പോൾ ഇതിനകത്ത് ചേർക്കേണ്ടി വരുന്ന മൈദയുടെ അളവിൽ ചെറിയ വ്യത്യാസം വരാം കേട്ടോ. അപ്പോൾ ഞാൻ 3 ടേബിൾ സ്പൂൺ അല്ലേ ചേർത്തത്. അപ്പോൾ ചിലപ്പോൾ നിങ്ങളിത് മിക്സ് ചെയ്യുമ്പം കുറച്ചും കൂടി നല്ല സോഫ്റ്റായിട്ട്, ഒത്തിരി സോഫ്റ്റായിട്ട് തോന്നുവാണെങ്കിൽ പിന്നെയും ഒരു ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കേണ്ടി വരും. അത് നോക്കിയിട്ട് ചെയ്യണം. അത് നമ്മൾ മിക്സ് ചെയ്യുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ. ഒത്തിരി സോഫ്റ്റാണ്, നമ്മുടെ കയ്യിലൊക്കെ വല്ലാതെ ഒട്ടുന്നു തോന്നുവാണെങ്കിൽ മാത്രം കുറച്ചും കൂടി മൈദ, 1 ടേബിൾ സ്പൂണും കൂടിയേ മാക്സിമം ചേർക്കാവുള്ളൂ, ഇട്ട് കൊടുക്കണം കേട്ടോ.
അപ്പോൾ ഞാനിപ്പോൾ ചേർത്തിരിക്കുന്നത് കറക്റ്റ് അളവാണ്, ഇത്രയും മതി. നല്ല സോഫ്റ്റാണ്, പക്ഷേ എന്നാൽ കയ്യിലൊന്നും ഒട്ടും ഒട്ടിപ്പിടിക്കാത്തൊരു മാവാണ്. അപ്പോൾ ഇത് നമുക്കിനി നന്നായിട്ട് ഒന്ന് കുഴച്ച് നല്ല സ്മൂത്തായിട്ടുള്ളൊരു ബോളാക്കി എടുക്കാം. ഇത് ഇതുപോലെ ആക്കിയെടുക്കണം. ഇത് നല്ല സോഫ്റ്റാണ്, പക്ഷേ നമ്മുടെ കയ്യിലൊന്നും ഒട്ടത്തില്ല. അതാണ് അതിൻ്റെ കറക്റ്റ് പരുവം. അപ്പോൾ ഇത് നമുക്കിനി ചെറിയ ചെറിയ പോർഷൻസ് ആക്കി വെക്കാം. ഞാനൊരു 16 എണ്ണമായിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. കുറച്ചും കൂടി വലിയ ഗുലാബ് ജാമുൻ വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഉരുളകൾ വലുതാക്കിയാൽ മതി. ഈ ഒരു സൈസിനാണെങ്കിൽ കറക്റ്റ് 16 എണ്ണം കിട്ടും. അപ്പോൾ ഇത് നമുക്കിനി ഉരുട്ടിയെടുക്കണം. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ ഒരല്പം എണ്ണയൊന്ന് തേച്ചിട്ടുണ്ട് കേട്ടോ. എണ്ണയല്ല, നെയ്യാണ്. വളരെ കുറച്ച് മതി. എന്നിട്ട് ഇങ്ങനെ വെച്ച് കൈയുടെ ഉള്ളിൽ വെച്ചിട്ട് നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് ഉരുട്ടിയെടുക്കുക. കുറച്ച് ബലം കൊടുത്ത് തന്നെ ഉരുട്ടി എടുക്കണം. ഓക്കെ, പ്രസ് ചെയ്ത് ഉരുട്ടിയെടുക്കണം. അപ്പോഴാണ് ഈ ബോളിൽ ക്രാക്ക് ഒന്നും വരാതെ, വിള്ളലൊന്നും വരാതെ നല്ല സ്മൂത്തായിട്ട് അത് കിട്ടുന്നത്. നമ്മുടെ മാവിൻ്റെ പരുവം കറക്റ്റ് ആണെങ്കിൽ ഇങ്ങനെ ചെയ്യുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും. ഓക്കെ, കറക്റ്റ് ആണെങ്കിൽ നല്ലൊരു ബോളായിട്ട് തന്നെ വരും. ഓക്കെ, അപ്പോൾ ഇതുപോലെ ഉരുട്ടിയെടുക്കുക. ഇത് കണ്ടോ, ഇതുപോലെ വരണം. ഓക്കെ, ഒരു ക്രാക്കും ഇല്ലാത്ത ഒരു ബോളായിട്ട് വരണം. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും ചെയ്തെടുക്കാം. ഓരോ തവണയും കയ്യിൽ എണ്ണ തേക്കേണ്ട ആവശ്യമില്ല. ആദ്യത്തെ പ്രാവശ്യം മാത്രം ഒരല്പം എണ്ണയോ നെയ്യോ ഒന്ന് കയ്യിൽ തേച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഇതെല്ലാം ഉരുട്ടിയെടുത്തു. നല്ല സ്മൂത്തായിട്ടുള്ള ബോളുകളാണ്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്യാം. അപ്പോൾ ഒരു പാനിൽ ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇത് സൺഫ്ലവർ ഓയിലാണ്. എണ്ണ ഒരു മീഡിയം ചൂടാകുമ്പോൾ തന്നെ നമുക്ക് ഈ ബോൾസ് ഇട്ട് കൊടുക്കണം. എണ്ണയുടെ ചൂട് പ്രത്യേകം ശ്രദ്ധിക്കണം. ചൂട് കൂടിക്കഴിഞ്ഞാൽ ഇതിൻ്റെ പുറമെ പെട്ടെന്ന് കരിഞ്ഞു പോകും, ഉള്ളിൽ ആവശ്യത്തിന് വേവത്തുമില്ല. അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ ഈ ഇനി ഫ്രൈ ചെയ്യാനായിട്ട് മാറ്റി വെച്ചിരിക്കുന്ന ബോളുകളുണ്ടല്ലോ, അത് ഒരു ചെറുതായിട്ട് നനഞ്ഞ ഒരു തുണി വെച്ചിട്ട് ഒന്ന് മൂടി വെക്കണേ. പുറമെ ഡ്രൈ ആയി പോവാതിരിക്കാനായിട്ടാണ് കേട്ടോ. അത് ആദ്യം ഞാൻ കാണിക്കാൻ വിട്ടുപോയതാണ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ പറഞ്ഞ പോലെ തീ കുറച്ചിട്ട് ചെറിയ ചൂടിലിട്ടിട്ട് ഇത് ഫ്രൈ ചെയ്യണം. പെട്ടെന്ന് പുറമെ അല്ലെങ്കിൽ നിറം മാറിപ്പോവും, ഉള്ളിൽ ആവശ്യത്തിന് വേവത്തുമില്ല. ഓക്കെ, അപ്പോൾ ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിത് പതുക്കെ പതുക്കെ ഇങ്ങനെ ഇളക്കി കൊടുത്ത് എല്ലാ സ്ഥലത്തും ഒരേ രീതിയിൽ ഒരേ കളർ വരുന്ന പോലെ ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ ഇങ്ങനെ ഫ്രൈ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ബേക്കിംഗ് സോഡ ചേർത്ത് ചെയ്യുന്ന ഗുലാബ് ജാമുനേക്കാളും ആ ഒരു വ്യത്യാസം നമുക്ക് മനസ്സിലാവും. കാരണം ഇത് ഫ്രൈ ചെയ്യുമ്പോൾ പോലും പുറമെ കട്ടിയാവത്തില്ല കേട്ടോ. സാധാരണ നമ്മൾ ഗുലാബ് ജാമുൻ ഫ്രൈ ചെയ്യുന്ന സമയത്ത് പുറമെ കുറച്ച് കട്ടിയായിട്ട് തോന്നത്തില്ലേ, പക്ഷേ ഇത് അങ്ങനെയല്ല. ഇപ്പോഴും ഇത് നല്ല സോഫ്റ്റായിട്ട് തന്നെയായിരിക്കും ഇരിക്കുന്നത്. അതാണ് ആ ഒരു വ്യത്യാസം കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഒരുപോലെ നല്ല നിറം മാറി വന്നിട്ടുണ്ട്. ഇത് റെഡിയായി. ഇത് നമുക്കിനി എണ്ണയിൽ നിന്ന് മാറ്റി ഷുഗർ സിറപ്പിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ഷുഗർ സിറപ്പിലോട്ട് ഇത് ഇടാൻ പോവാണ്. പിന്നെ ഇത് ഇടുന്ന സമയത്ത് സിറപ്പിന് കുറച്ച് ചൂടുണ്ടാവണം കേട്ടോ. ഒത്തിരി തണുത്ത് പോകാൻ പാടില്ല. അപ്പോൾ നിങ്ങളിപ്പോൾ നേരത്തെ സിറപ്പ് ഉണ്ടാക്കി വെച്ചു, തണുത്ത് പോയെങ്കിൽ ജസ്റ്റ് ഒന്നും കൂടി ഒന്ന് ചൂടാക്കിയതിന് ശേഷം വേണം നമ്മൾ ഈ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ബോൾസിനകത്തോട്ട് ഇട്ട് കൊടുക്കാൻ. എന്നാലേ അതിൻ്റെ ഉള്ളിലോട്ടൊക്കെ സിറപ്പ് പിടിക്കുള്ളൂ. അപ്പോൾ ഇട്ട് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് സിറപ്പിലോട്ടൊന്ന് താഴ്ത്തി വെച്ച് കൊടുക്കാനും കൂടി ശ്രദ്ധിക്കണം. ഇതുപോലെ തന്നെ ബാക്കിയിരിക്കുന്നതും ഞാൻ ഫ്രൈ ചെയ്തെടുത്തു. അപ്പോൾ ഇതെല്ലാം നമുക്ക് സിറപ്പിലോട്ട് ഇട്ട് വയ്ക്കാം. അപ്പോൾ ഇതിന് ഒരു 1-2 മണിക്കൂർ നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ ആ സമയം കൊണ്ട് ഇതുപോലെ ഒന്ന് അടച്ചു വെച്ചാൽ മതി. അപ്പോൾ ആ സമയം കൊണ്ട് സിറപ്പൊക്കെ നന്നായിട്ട് ഉള്ളിലോട്ടൊക്കെ ബോൾസിൻ്റെ ഉള്ളിലോട്ടൊക്കെ പിടിച്ചിട്ടുണ്ടാവും. വേണമെങ്കിൽ നിങ്ങൾക്കിത് എൻ്റെ ഈ ചൂട് മാറിക്കഴിയുമ്പം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചും എടുക്കാം. അതൊക്കെ ഇഷ്ടം പോലെ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ എന്തായാലും കുറച്ച് സമയം കഴിഞ്ഞിട്ട് നമുക്കിത് നോക്കാം. ഇപ്പോൾ ഇതേ ഗുലാബ് ജാമുൻ ഞാൻ സിറപ്പിലിട്ട് വെച്ചിട്ട് ഒരു അരമണിക്കൂറേ ആയിട്ടുള്ളൂ. ജസ്റ്റ് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രം ഞാൻ ഒരെണ്ണം ഒന്ന് എടുത്ത് കാണിക്കാം കേട്ടോ. അരമണിക്കൂറാണ് ഞാനിത് സിറപ്പിലിട്ട് വെച്ചത്. പക്ഷെ എന്നാൽ പോലും നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്, ഉള്ളിലോട്ടൊക്കെ പിടിച്ച് വന്നിട്ടുണ്ട്. ഇത് ഞാൻ സ്പൂണിട്ടൊന്നും മുറിക്കുന്നില്ല, അതേ കൈവച്ച് തന്നെ മുറിച്ച് കാണിക്കാം. കണ്ടോ, അപ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ എത്ര സോഫ്റ്റാണെന്നുള്ളത്. കൈവച്ച് തന്നെ നമുക്ക് ഈസി ആയിട്ട് അങ്ങ് മുറിച്ചെടുക്കാൻ പറ്റും. അത്രയ്ക്ക് സോഫ്റ്റാണ്. ശരിക്കും നമ്മൾ വായിൽ ഇട്ടാൽ അലിഞ്ഞു പോകുന്ന അത്രയും സോഫ്റ്റാണ്. ഇതിനകത്ത് മെയിനായിട്ടും നമ്മൾ ആ ബേക്കിംഗ് പൗഡർ ചേർത്തത് തന്നെയാണ് അതിൻ്റെ ആ ഒരു വ്യത്യാസം. അതുപോലെ റോസ് വാട്ടറിൻ്റെ ആ ഒരു ടേസ്റ്റ് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ ഗുലാബ് ജാമുൻ ഇതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഉറപ്പായിട്ട് ഇഷ്ടമാവും. 100% പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഗുലാബ് ജാമുൻ ഉണ്ടാക്കാൻ പറ്റും.
അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്തേക്കണേ. അപ്പോൾ ഇതുപോലെ തന്നെ വേറൊരു നല്ല റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ഫ്രണ്ട്സ്, താങ്ക് യു ഫോർ വാച്ചിങ്.